ഹലോ ഫ്രണ്ട്സ്, സാധാരണ ഞാനൊരു വീഡിയോ ഇടാറുള്ളപ്പോഴൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് വീഡിയോ ഇടാറ്. പക്ഷെ ഇന്ന് എനിക്കതിന് കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഓരോ കാഴ്ചകൾ അത്രയേറെ സങ്കടപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കേരളം വീണ്ടും ഒരു വലിയ പ്രളയ ഭീതിയിലാണ്. കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ നമ്മുടെ പല നാടുകളും വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. 8ഓളം പേരുടെ ജീവൻ ഇതിനകം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. നിറയെ ആളുകളെ കാണാതായിട്ടുമുണ്ടെന്ന് പറയുന്നു. നമ്മളിൽ പലരും ഇപ്പോൾ വീടിനുള്ളിൽ സുരക്ഷിതമായിരിക്കുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് ഒന്ന് നോക്കിയാൽ അറിയാം, നമ്മൾ വിചാരിച്ചതിനേക്കാട്ടിലും അപ്പുറമാണ്, വളരെ മോശമാണ് നമ്മുടെ കേരളത്തിലുള്ള അവസ്ഥ. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ റാന്നി ടൗണൊക്കെ പൂർണ്ണമായി വെള്ളത്തിനടിയിലാണ്. റോഡുകളിലൂടെ വള്ളം ഓടിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. പമ്പ നദിയാണെങ്കിൽ കരകവിഞ്ഞൊഴുകുകയാണ്. അതുപോലെ ഇടുക്കി, കോട്ടയം ഭാഗങ്ങളിൽ കനത്ത ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. പലരുടെയും വീടുകൾ, ഒരുപാട് ആളുകളുടെ വീടുകൾ, എത്രയോ വർഷങ്ങളായി സ്വരൂപിച്ച് വെച്ചുണ്ടാക്കിയ പൈസ വെച്ചുണ്ടാക്കിയിട്ടുള്ള വീടുകളെല്ലാം മൺകൂനകൾക്കടിയിലായിപ്പോയി. ആലോചിക്കുമ്പോൾ തന്നെ നെഞ്ച് പിടയാണ്. ഇപ്പോൾ തിരുവനന്തപുരവും കൊല്ലവും ഒഴിച്ച് ബാക്കി 12 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ്. സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് അതൊക്കെ ഒരുപക്ഷെ അവധി ആഘോഷമായിരിക്കാം. മഴയാണെങ്കിലും അവർക്ക് സ്കൂളിൽ ലീവ് കിട്ടിയല്ലോ എന്ന് കുഞ്ഞു മക്കൾ വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അവരുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും മനസ്സിൽ വലിയൊരു ആധിയാണ് ഈ മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ. നമ്മളെ എല്ലാം നടുക്കിയ 2018 ആ മഹാപ്രളയം വീണ്ടും ഓർമ്മയിലേക്ക് വരികയാണ്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ പോലും ഭയന്ന് ഞെട്ടിയുണരുന്ന ആ ഓർമ്മകൾ. നമ്മളെല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിഞ്ഞ ആ ദിവസങ്ങൾ ആർക്കാണ് മറക്കാൻ കഴിയുക? ഇതിലേറ്റവും കൂടുതൽ ഗതികേട് ആർക്കാണെന്നറിയാമോ? നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കാണ്. അവരുടെ അവസ്ഥയാണ് വളരെ മോശം. കടലിൽ പോകരുത് എന്ന് കർശനമായ മുന്നറിയിപ്പുണ്ട്. പക്ഷേ ജീവിക്കാൻ വേണ്ടി, വീട്ടിലെ കുട്ടികൾക്ക് ഒരു നേരം ആഹാരം കൊടുക്കാൻ വേണ്ടി ആ കടലിൻ്റെ ഭയാനകതയിലേക്ക് ഇറങ്ങിപ്പോയ കുറച്ചു പേരെ കാണാതായിട്ടുണ്ട്. സുരക്ഷയെക്കാട്ടിലും വലുത് വിശപ്പാണ് എന്ന് തോന്നിപ്പോകുന്ന ആ ഒരു അവസ്ഥ എത്ര ദയനീയമാണല്ലേ. അതുപോലെ തന്നെയാണ് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ. ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും പുരയിടങ്ങളും മഴ കനക്കുമ്പോൾ ഇനി ഈ വീട് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഭയത്തോടെ രാത്രി ഉറങ്ങാതെ കാത്തിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും. അവർക്ക് ഈ മഴ ഒരു അനുഗ്രഹമല്ല, ഒരു പേടി സ്വപ്നമാണ്. പലരും നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോഴേ മറ്റൊരു പ്രധാന കാര്യം ഓർമ്മിക്കേണ്ടത് യാത്രകളാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ വയനാട്, ഇടുക്കി, വാഗമൺ തുടങ്ങിയ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണേ സുഹൃത്തുക്കളെ. പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അധികൃതർ അടച്ചിട്ടിട്ടുണ്ട്. എന്നാലും വെള്ളച്ചാട്ടങ്ങളിലും പുഴകളിലും ഇറങ്ങി സെൽഫി എടുക്കാനോ റീൽസ് ചെയ്യാനോ ദയവായി ആരും നിൽക്കല്ലേ. നമ്മളുടെയൊക്കെ ഒരു നിമിഷത്തെ അശ്രദ്ധ വലിയൊരു ദുരന്തത്തിന് തന്നെ കാരണമായേക്കാം. ജീവനാണ് എല്ലാറ്റിനേക്കാളും വലുതെന്ന് എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എത്രയൊക്കെ തല്ലുകൂടിയാലും തമ്മിൽ തല്ലിയാലും ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ കൈകോർക്കും. അത് ഇതിനു മുമ്പും എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് മുൻപും നമ്മൾ തെളിയിച്ചിട്ടുള്ളതുമാണ്. നമ്മുടെ വീടിനടുത്തൊക്കെ ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്നൊന്ന് പോയി അന്വേഷിക്കണേ. ചിലപ്പോൾ അവർക്ക് കുടിക്കാൻ ഇത്തിരി നല്ല വെള്ളം വേണമായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് പാൽപ്പൊടി വേണമായിരിക്കാം. നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ചെറിയ സഹായം, അതൊരു പക്ഷേ വലിയൊരു ആശ്വാസമായിരിക്കും അവർക്ക്. പിന്നെ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക. ആ ഡാം തുറന്നു, ഈ പാലം ഒലിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്താതിരിക്കുക. ഒഫീഷ്യലായ വാർത്തകൾ മാത്രം വിശ്വസിക്കുകയും റീൽസ് എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. ഈ കരിമേഘങ്ങളൊക്കെ മാറി നമ്മുടെ ആകാശം വീണ്ടും തെളിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓരോ വർഷവും പ്രകൃതി എത്രയൊക്കെ തളർത്തിയാലും നമ്മൾ അതിനൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾ ഇനിയും അതിജീവിക്കും. പ്രാർത്ഥനകൾ മാത്രമല്ല, നമ്മുടെ കരുതലും ഇപ്പോൾ ദുരിതമനുഭവിക്കുന്ന ആ സഹോദരങ്ങൾക്ക് ഒപ്പമുണ്ടാകണം. നിങ്ങളുടെ നാട്ടിലെ മഴയുടെ അവസ്ഥ എന്താണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ.
എല്ലാവരും സുരക്ഷിതമായിരിക്കുക. അനാവശ്യമായി ആരും പുറത്തിറങ്ങല്ലേ. ജാഗ്രത പാലിക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരാൻ പ്രകൃതി നമ്മളെ അനുവദിക്കട്ടെ.